श्रेष्ठ भारत മഹാഭാരതത്തിലെ പ്രസിദ്ധനായ രാജാവും ചന്ദ്രവംശത്തിലെ പ്രമുഖനായ ആദ്യത്തെ രാജാവുമായ നാം പുരൂരവസ്സാണ്. അത്രി മഹർഷിയിൽ നിന്ന് ചന്ദ്രനും, ചന്ദ്രനിൽ നിന്ന് ബുധനും, ബുധന് ഇളയിലുണ്ടായ പുത്രനാണ് നാം. ചന്ദ്രനിൽ നിന്നുത്ഭവിച്ച വംശമായതിനാൽ ചന്ദ്രവംശം എന്നറിയപ്പെടുന്നു. ദേവാദിദേവനായ ദേവേന്ദ്രൻ അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ അവരെ തോൽപ്പിക്കുവാനായി നമ്മുടെ സഹായം തേടിയിരുന്നു. തൻ്റെ തേജോബലം കൊണ്ട് 100 അശ്വമേധയാഗം നടത്തി ഇന്ദ്രതുല്യനായ നാം ഒരിക്കൽ പോലും ഇന്ദ്രപദം അലങ്കരിക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. മനോഹരമായ ഹിമാദ്രി ശൃംഗത്തിൽ ബ്രഹ്മാവിനെ ആരാധിച്ച് 7 ദ്വീപിനും അധിപതിയായി നാം പരിലസിച്ചു കൊണ്ടിരിക്കെ ധർമാർത്ഥ കാമങ്ങൾ 3 മൂർത്തികളായി രൂപമെടുത്തു നമ്മെ പരീക്ഷിക്കുവാൻ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു. മൂവരെയും ഞാൻ യഥോചിതം സൽക്കരിച്ചു. എങ്കിലും ധർമ്മത്തെ കൂടുതലായി പൂജിച്ചുവെന്ന് പറഞ്ഞ് അർത്ഥകാമങ്ങൾ നമ്മെ ശപിച്ചു. ലോഭത്തിൽ നശിക്കുമെന്ന് അർത്ഥം ശപിച്ചപ്പോൾ ഉർവശിയുമായി വേർപിരിഞ്ഞ് ഉന്മത്തനായി തീരുമെന്ന് കാമവും ശപിച്ചു. ഇതുകേട്ട് ധർമ്മം പറഞ്ഞു, അല്ലയോ പുരൂരവസേ, ധർമ്മത്തിന്റെ മാർഗത്തിൽ കൂടി കടന്നു പോകുന്നതിനാൽ നീ ധർമ്മിഷ്ഠനായും ചിരഞ്ജീവിയായും നിലനിൽക്കട്ടെ എന്നെന്നെ അനുഗ്രഹിച്ചു. കാലം കലിയുഗമായതുകൊണ്ടാകാം അധർമ്മങ്ങൾ കൂടുകയും ധർമ്മത്തിന് നാശം സംഭവിക്കുകയും ചെയ്യുന്നത്. അതിനാൽ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ധർമ്മിഷ്ഠരായി ജീവിക്കാൻ നാം ഓരോരുത്തർക്കും കഴിയട്ടെ. അപ്പൊ ഉർവശി പോയതിൽ ഭയങ്കര വിഷമത്തോടെയൊക്കെയാണ് പറഞ്ഞത് അല്ലേ? പക്ഷെ അനുഗ്രഹം കിട്ടിയതില് സന്തോഷം ഉണ്ടായി. അപ്പൊ ഏതായാലും ഇനി നമ്മള് ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അവിടെയാണ് നമുക്കൊരു ശരിക്കുള്ള റൗണ്ട് തുടങ്ങുന്നത് അല്ലേ? ആദ്യത്തെ ചോദ്യം, പുരൂരവസിന്റെ പിതാവിന്റെ പേര്? എൻ്റെ പിതാവിൻ്റെ പേര് ബുധൻ എന്നാണ്. സർ, ഉത്തരം ശരിയാണ്. ശരിയാണ്. ഉർവശിക്ക് ആ പേര് ലഭിച്ചതെങ്ങനെ? ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കൽ തൻ്റെ തൊടയിലടിച്ചപ്പോൾ ഉർവശി ഉണ്ടായതെന്നാണ് ചരിത്രം പറയുന്നത്. ഉത്തരം ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം, പുരൂരവസിന്റെ പുത്രനായി സങ്കല്പിക്കപ്പെടുന്ന അഗ്നി ആര്? ജദാഗ്രസ് എന്നാണ്. ശരിയാണോ സർ? അല്ല, ഉത്തരം തെറ്റാണ്. ജാതവേദസ് എന്നാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം, ദേവാസുര യുദ്ധത്തിൽ വിജയിച്ചതിനെ തുടർന്ന് ഇന്ദ്രൻ കൊണ്ടാടിയ ഉത്സവത്തിൽ വച്ച് പുരൂരവസിനെ ശപിച്ചതാരാണ്? തുമ്പുരു എന്ന് പറയുന്ന മഹർഷിയാണ്. ഉത്തരം ശരിയാണ്. ശരിയാണ്. അവസാനത്തെ ചോദ്യം, ഉർവശിയെ ഭാര്യയായി കിട്ടുവാൻ പുരൂരവസിന് അംഗീകരിക്കേണ്ടി വന്ന 3 വ്യവസ്ഥകൾ ഏതെല്ലാം? ഉർവശി നമ്മുടെ പത്നിയായി തീരുവാനായി 3 നിർദ്ദേശമാണ് നമ്മളോട് പറഞ്ഞത്. ഒന്നാമത്, താൻ തൻ്റെ മക്കളെ പോലെ കരുതിയ 2 ആട്ടിൻകുട്ടികളെ കൊണ്ടുവരും. അവരുടെ സുരക്ഷ തൻ്റെ കയ്യിലാണെന്ന് എന്നോട് പറഞ്ഞു. രണ്ടാമതായി, അവൾ നെയ്യ് മാത്രമേ ഭക്ഷിക്കുകയുള്ളെന്നും പറഞ്ഞു. മൂന്നാമതായി, ലൈംഗിക ആവശ്യത്തിനല്ലാതെ നഗ്നരായി കാണല്ലെന്നും ആണ് ആവശ്യപ്പെട്ടത്. ശരിയാണോ സർ? 3 ഉത്തരം ശരിയാണ്.